എന്നോട് ഇപ്പോഴും എപ്പോഴും എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് സിലു എങ്ങനെയാണ് വെയിറ്റ് ലോസ് ചെയ്തത്, എങ്ങനെയാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്നുള്ളത്. അതിനുള്ള സൂത്രം കാണിച്ചു തരാം കേട്ടോ. വീഡിയോ സേവ് ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ക്യാരറ്റ് ഇതുപോലെ ചീകി വെച്ചിട്ടുണ്ട്, പിന്നെ കുറച്ച് കോളിഫ്ലവർ, സ്വീറ്റ് കോൺ, ഇതെല്ലാം കൂടെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഒരു ചെറിയ കഷ്ണം മിൻസ്ഡ് ചിക്കനും പിന്നെ ചെറിയ ടൊമാറ്റോസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ഇട്ട് കൊടുക്കുക. ക്യാരറ്റ് നീളത്തിൽ ചീകി വെച്ചിരുന്ന നമ്മൾ ഈ വെജിറ്റബിൾസിലെ കട്ട് ചെയ്യുന്നത് മെയിൻ പാർട്ടാണ് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സാലഡ്സ് പോലെയുള്ള സംഭവങ്ങൾ കഴിക്കാനേ തോന്നില്ല. ആവശ്യത്തിന് കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. കുറച്ച് ലീവ്സ് ആണ് കേട്ടോ ഇത്, അതും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം ചീസ് സ്ലൈസ് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ പുഴുങ്ങിയ മുട്ടയും കൂടി ഇതുപോലെ മുകളിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ സംഭവം റെഡിയാണ്. നമ്മൾ ഫുഡിൽ അത്യാവശ്യം നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വെയിറ്റ് ലോസ് ചെയ്യാനും വേണ്ടിയിട്ട് പറ്റും കേട്ടോ. നല്ല ക്രീമി ടെക്സ്ചറിലുള്ള അടിപൊളി ഒരു സംഭവമാണ്. ഇതിപ്പോൾ നിങ്ങൾക്ക് ചോറിൻ്റെ കൂടെ വേണം കഴിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ആവാട്ടോ. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും നട്ട്സോ മുന്തിരിയോ വേണമെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കാം. ഞാനൊരു പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി സെർവ് ചെയ്യാണ്. ഈ ഒരു നോമ്പ് സമയം ഉണ്ടല്ലോ, നിങ്ങൾക്ക് വെയിറ്റ് ലോസ് ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് സാധിക്കും. വിത്തിൻ 10 ദിവസത്തിനുള്ളിൽ നിങ്ങൾ 4 കിലോയെങ്കിലും കുറഞ്ഞിരിക്കും. അതിനുള്ള സെപ്പറേറ്റ് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇൻഷാ അല്ലാ ഞാൻ എന്താ ഫോളോ ചെയ്യണം എന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ സംഭവം സെറ്റാണ്. നിങ്ങൾക്ക് ഇഷ്ടമായാലും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇതേപോലെയുള്ള റെസിപ്പീസിന് വേണ്ടിയിട്ട് നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.